ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ കയ്യിൽ മത്തിയും താഴെ ചട്ടിയും കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഞാൻ ഇന്നൊരു മത്തിക്കറിയാണ് വെക്കുന്നതെന്ന്. അപ്പോ അതെ, ഇന്ന് ഞാനൊരു മീൻ കറിയാണ് വെക്കുന്നത്. അത് സാധാരണ നമ്മൾ കണ്ണൂരെല്ലാം വെക്കുമ്പോൾ മല്ലിപ്പൊടി ചേർത്തിട്ടുള്ള മീൻ കറി വെക്കുക. പക്ഷെ എൻ്റെ അമ്മ ഇടക്കിടക്ക് ഈ മല്ലിപ്പൊടി ചേർത്തിട്ട് ഒരു മീൻ കറി വെക്കും. നമ്മളെ നാട്ടിലെ മല്ലിപ്പൊടിക്ക് കൊത്തമ്പാരി എന്ന് പറയും കേട്ടാ. അപ്പൊ കൊത്തമ്പാരി ഇട്ട മീൻ കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി ഉപ്പിട്ട് കഴുകി ക്ലീൻ ചെയ്തെടുത്ത മത്തിയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളെ കൊത്തമ്പാരി ഇട്ട മീൻ കറി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്ത മത്തി നമ്മൾ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നിറച്ചും കേട്ടോ മുളക് പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്രയാ മത്തി എടുക്കുന്നത് വെച്ചാൽ അതിന് കണക്കായിട്ടുള്ള പൊടികളെല്ലാം ചേർക്കും കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു ക്വാണ്ടിറ്റി മത്തിയിൽ ഈ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിന്റെ ടേസ്റ്റ് ആണ് ഈ മീൻകറിക്ക് കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മല്ലിപ്പൊടിനെ ഒന്ന് ചെറുതായിട്ട് വറുത്തിട്ട് വേണം നമ്മൾ ഈ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ എടുത്ത 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മീൻകറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത്രയും പൊടികൾ ചേർത്തിട്ട് നമുക്ക് ഫിഷ് നന്നായിട്ട് ഒന്ന് മസാല പുരട്ടി വെക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് മിനിമം 10 മിനിറ്റെങ്കിലും ഇങ്ങനെ ഫിഷ് മസാല ഇങ്ങനെ പുരട്ടിയിട്ട് വെക്കണേ. അതിനുശേഷം കറി വെക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. നമ്മളിപ്പം മീൻ്റെ അകത്ത് മസാല പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു ഉള്ളിയുടെ പകുതി ഉള്ളി സ്ലൈസ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 2-3 പച്ചമുളകും ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫിഷ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ലേ. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് റെഡിയാകുന്നൊരു നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇങ്ങനെ മീൻകറി ഉണ്ടാക്കാതെ ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കണേ. കുറച്ചും കൂടി വെള്ളം വേണം. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. മീൻ ഇവിടുന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. ഈ മീൻകറി തേങ്ങ അരച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 2 അല്ലി വാളൻ പുളി എടുത്തിട്ടുണ്ട്. അത് കഴുകിയിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ മീൻ വേവുന്ന സമയം കൊണ്ട് നമുക്കിത് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈസിയാണ്, നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഇത് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പൊ നമ്മൾ വേവിക്കാൻ വെച്ച മീനിന്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങ ഉണ്ടല്ലോ, തേങ്ങയും ജീരകവും പുളിയും കൂടിയിട്ട് അരച്ചത്, ആ മിക്സ് ഫൈൻ പേസ്റ്റ് ആയിട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മിക്സ് കഴിഞ്ഞ വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആയി. ഇതിനെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. നമ്മൾ കയ്യിലിട്ടാൽ മീനിന്റെ കഷ്ണങ്ങളെല്ലാം അടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇതിനെ നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പും എരിവെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഞാൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട്. ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മീൻകറി ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മീൻകറിയുടെ റെഡിയായി കേട്ടോ. കണ്ടാ, നല്ല അടിപൊളി കൊത്തമ്പാരി ഇട്ട മീൻകറി റെഡിയാണ്. നമ്മളെ മീൻകറിയുടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടി
ചേർത്ത് കൊടുക്കാം. ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റും കൂടി ഇത് തിളച്ചോട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് നല്ല ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്നതും അന്ന് നല്ല ടേസ്റ്റ് ആണ് കേട്ടാ. ഇങ്ങനെ മീൻകറി വെക്കാത്തവര് ഒരിക്കലെങ്കിലും ഇങ്ങനെ മീൻകറി ഉണ്ടാക്കി നോക്കണേ. എന്താ നല്ല അടിപൊളി മത്തിക്കറി. നമ്മളെ മീൻകറി ഇവിടെ നന്നായിട്ട് തിളച്ച് ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട് കണ്ടാ. അപ്പോ ഇത് നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ഞാൻ മീൻകറിക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറികളാകുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സവാളക്ക് പകരം ചെറിയ ഉള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് എന്നിട്ട് ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. നിങ്ങളിങ്ങനെ മല്ലിപ്പൊടി ചേർത്തിട്ട് മീൻകറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഈ രീതിയിലൊന്ന് മീൻകറി ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത സവാള ഇവിടെ ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ കറി കാണാൻ? അടിപൊളിയല്ലേ? അപ്പോൾ ഇങ്ങനെ കറി ഉണ്ടാക്കാത്തവര് ഇങ്ങനെയൊന്ന് കറി ഉണ്ടാക്കി വെക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.